Okay, dear students, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 6th ചാപ്റ്ററാണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിംഗ് ജാവാസ്ക്രിപ്റ്റ് എന്നതിന്റെ തേർഡ് പാർട്ടാണ്. Okay, once again, welcome to my channel. I am Santosh. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. വാച്ച് ദി വീഡിയോ. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ടോപ്പിക് വരുന്നത് ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്. നമ്മൾ C++ പഠിച്ചപ്പോൾ ധാരാളം ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ ജാവാസ്ക്രിപ്റ്റിലും ധാരാളം റെഡിമെയ്ഡ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഉണ്ട്. എന്താണെന്ന് നോക്കാം. These are ready-made functions already built and compiled by the language. അതായത് ലാംഗ്വേജ് നമുക്ക് തരുന്ന റെഡിമെയ്ഡ് ഫംഗ്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇത് ആൾറെഡി ലാംഗ്വേജ് തന്നെ തനിയെ ബിൽറ്റ് ചെയ്ത് കമ്പൈൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, യൂസർക്ക് അത് ആവശ്യമുള്ള ടൈമിൽ അത് യൂസ് ചെയ്താൽ മതിയാകും. അത്തരത്തിലുള്ള റെഡിമെയ്ഡ് ഫംഗ്ഷൻ പറയുന്ന പേരാണ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്. ഓക്കെ, JavaScript provides a large collection of built-in functions and these are also called methods. JavaScriptൽ ഇതുപോലെ ധാരാളം built-in functions ഉണ്ട്. അതിനെ മറ്റൊരു പേരിൽ അറിയപ്പെടും മെത്തേഡ്സ് എന്ന പേരിൽ. ഓക്കെ, ഓർത്തിരിക്കുക. ഇനി JavaScript നമുക്ക് തരുന്ന ഫങ്ഷൻസ് ഏതൊക്കെയെന്ന് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ അലേർട്ട്, സെക്കൻഡ് വൺ ഈസ് നാൻ, തേർഡ് വൺ to uppercase, next one to lowercase, next one caret and length property. Okay, ഇത്രയാണ് ജാവാസ്ക്രിപ്റ്റ് നമുക്ക് തരുന്ന റെഡിമെയ്ഡ് ഫങ്ഷൻസ്. ഓക്കെ, എല്ലാം റൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അതേ ഫോർമാറ്റ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഇത്തരം ഫങ്ഷൻസ് യൂസ് ചെയ്തിരിക്കും. ഓക്കെ, കാരണം ജാവാസ്ക്രിപ്റ്റ് ഒരു കേസ് സെൻസിറ്റീവ് ആണ്. ഫോർ എക്സാമ്പിൾ, ഈസ് നാൻ എന്ന് എഴുതിയിരിക്കുന്നത് ഒരു പ്രത്യേക ഫോർമാറ്റിലാണ്. ഈസ് സ്മോൾ ലെറ്റർ ആണ്, എൻ ക്യാപിറ്റൽ ലെറ്റർ ആണ്, എ സ്മോൾ ലെറ്റർ ആണ്, എൻ ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഓക്കെ, ഇതേ ഫോർമാറ്റിൽ നമുക്ക് യൂസ് കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് കിട്ടും. ഓക്കെ, കാരണം ജാവാസ്ക്രിപ്റ്റ് ഈസ് എ കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ്. ഓക്കെ, സെയിം ആസ് ടു അപ്പർ കേസ് എഴുതിയിരിക്കുന്ന പ്രത്യേക ഫോർമാറ്റ് ആണ്. ടു സ്മോൾ ലെറ്റർ ആണ്, യു ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് സി ക്യാപിറ്റൽ ലെറ്റർ. ഇതേ ഫോർമാറ്റിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കണം. ഓക്കെ, കാരണം ജാവാസ്ക്രിപ്റ്റ് കേസ് സെൻസിറ്റീവ് ആണ്. ഓക്കെ, ഹെൻസ് ദി ഓൾ കീവേഡ്സ് മസ്റ്റ് ബി കീപ് സെയിം ആസ് അബവ്. അതുകൊണ്ട് നമ്മൾ കൊടുത്ത എല്ലാ കീവേഡുകളും അതേപോലെ നമ്മൾ യൂസ് ചെയ്തോളണം, എങ്കിലേ കറക്റ്റ് ആയിട്ടുള്ള എഫക്റ്റ് അവൈലബിൾ ആകും. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്നത് അലേർട്ട് ഫംഗ്ഷൻ ആണ്. എന്താണ് അലേർട്ട് ഫംഗ്ഷൻ? ഇറ്റ് ഈസ് യൂസ് ടു ഡിസ്പ്ലേ എ മെസ്സേജ് ഓൺ ദി സ്ക്രീൻ. സ്ക്രീനിന്റെ മുകളിൽ ഒരു മെസ്സേജ് ഡയലോഗ് ബോക്സിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അലേർട്ട് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. സാധാരണ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് തരുന്നൊരു മെസ്സേജസ്, യൂസർക്ക് തരുന്ന മെസ്സേജ് ആവശ്യമുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു മെസ്സേജ് തന്നിട്ടുണ്ട്, വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, ഇതൊരു ഡയലോഗ് ബോക്സ് ആണ്. ഇതിലൊരു ബട്ടൺ ഉണ്ടായിരിക്കും, ഓക്കെ ബട്ടൺ. ഓക്കെ, ഇത്തരത്തിൽ ഒരു മെസ്സേജ് ഡയലോഗ് ബോക്സ് ആയിട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യണം. അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അലേർട്ട് എന്ന ഫംഗ്ഷൻ. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ഡയലോഗ് ബോക്സ് ഡിസ്പ്ലേ ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, എക്സാമ്പിൾ എങ്ങനെ ചെയ്യാം? അലേർട്ട് ബ്രാക്കറ്റിൽ സ്മോൾ ലെറ്റർ ആയിരിക്കണം, ബ്രാക്കറ്റിൽ വെൽക്കം ടു ജാവ സ്ക്രിപ്റ്റ് ഡബിൾ കോഴ്സ്, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമി കോളൻ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഡയലോഗ് ബോക്സ് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. സ്ക്രീനിന്റെ മുകളിൽ ഡയലോഗ് ബോക്സിൽ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അലേർട്ട് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അലേർട്ട് എന്ന കീവേഡ് യൂസ് ചെയ്യാം. ദെൻ ബ്രാക്കറ്റിനകത്ത് ഡബിൾ കോഴ്സിനകത്ത് നമ്മൾ എന്താണോ പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ജസ്റ്റ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഡയലോഗ് ബോക്സ് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അടുത്ത ഫംഗ്ഷൻ ഈസ് നാൻ ആണ്. ഓക്കെ, ഇത് എഴുതിയിരിക്കുന്ന മെത്തേഡ് ശ്രദ്ധിക്കുക. ഇതേ ഫോർമാറ്റ് നമ്മൾ തീർച്ചയായിട്ടും യൂസ് ചെയ്തോളണം. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ ഉദ്ദേശം നോക്കാം.
It is used to check whether a value is a number or not. നമ്മൾ വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈസ് നാൻ. വൺസ് അഗെയിൻ, കൊടുക്കുന്ന വാല്യൂ നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈസ് നാൻ എന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദി നാൻ സ്റ്റാൻഡ്സ് ഫോർ നോട്ട് എ നമ്പർ. ഞാൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നോട്ട് എ നമ്പർ എന്നാണ്. ഓക്കെ, ഇറ്റ് റിട്ടേൺസ് ട്രൂ ഇഫ് ദി ഗിവൻ വാല്യൂ ഈസ് നോട്ട് എ നമ്പർ. കൊടുത്തിരിക്കുന്ന നമ്പർ അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ വാല്യൂ റിട്ടേൺ ചെയ്യും. ആ വാല്യൂ ആണ് ട്രൂ എന്ന വാല്യൂ. വൺസ് അഗൈൻ, കൊടുക്കുന്ന വാല്യൂ ഫംഗ്ഷനകത്തേക്ക് കൊടുക്കുന്ന വാല്യൂ നമ്പർ അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ ട്രൂ എന്ന വാല്യൂ റിട്ടേൺ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ കൊടുക്കുന്ന വാല്യൂ നമ്പർ ആണെങ്കിൽ ഫാൾസ് എന്ന് റിട്ടേൺ ചെയ്യും. ഓർത്തിരിക്കുക, ഫംഗ്ഷനകത്തേക്ക് കൊടുക്കുന്ന വാല്യൂ നോട്ട് എ നമ്പർ അല്ലെങ്കിൽ ട്രൂ എന്ന വാല്യൂ ഡിസ്പ്ലേ ചെയ്യും, അല്ലെങ്കിൽ ഫാൾസ് എന്ന വാല്യൂ റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇതാണ് ഈസ് നാൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഈസ് നാൻ ബ്രാക്കറ്റിൽ ഞാൻ കൊടുത്തു എ എന്ന് കൊടുത്തു. ഓക്കെ, ഇത് റിസൾട്ട് തീർച്ചയായിട്ടും റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും? ട്രൂ എന്നായിരിക്കും. കാരണം കൊടുക്കുന്ന വാല്യൂ ഫംഗ്ഷനത്തേക്ക് കൊടുക്കുന്ന വാല്യൂ എന്തെല്ലാം? ഒരു നമ്പറല്ല, നോട്ട് എ നമ്പറല്ല, ഒരു ക്യാരക്ടറാണ്. ഓക്കെ, ആ കേസിൽ എന്തായിരിക്കും റിസൾട്ട് വരുന്നത്? ട്രൂ എന്നായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു രീതി ചെയ്ത് നോക്കാം. ഈസ് നാൻ ബ്രാക്കറ്റിൽ നമ്മൾ 13 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അതൊരു നമ്പറാണ്. അപ്പോൾ എന്ത് റിട്ടേൺ ചെയ്യും? ഫാൾസ് എന്ന് റിട്ടേൺ ചെയ്യും. ഓക്കെ, ഓർത്തിരിക്കുക, ഈസ് നാനിലേക്ക് ഒരു വാല്യൂ നമ്പർ അല്ലെങ്കിൽ അത് ട്രൂ എന്നും നമ്പർ ആണെങ്കിൽ അത് ഫാൾസ് എന്നാണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഇത് താഴെ തന്നിരിക്കുന്ന കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. ട്രൂ വരുന്ന സിറ്റുവേഷൻസ്, ഫാൾസ് വരുന്ന സിറ്റുവേഷൻസ്. ഓക്കെ, ഈസ് നാൻ വെൽക്കം. ഈസ് നാൻ്റെ ഉദ്ദേശം മനസ്സിലായല്ലോ? വൺസ് അഗൈൻ ഒന്നുകൂടി പറയാം. അതായത് ഈസ് നാൻ എന്ന ഫംഗ്ഷനത്തേക്ക് കൊടുക്കുന്ന വാല്യൂ നമ്പർ അല്ലെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, നമ്പർ ആണെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈസ് നാൻ വെൽക്കം എന്ന് കൊടുത്തു. കംപ്ലീറ്റ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്പർ അല്ല, അത് ട്രൂ ആണ്. ഓക്കെ, ഈസ് നാൻ A123 ഇതിനകത്ത് എ എന്നൊരു ക്യാരക്ടർ വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ക്യാരക്ടേഴ്സ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? വാല്യൂസിനെ ക്യാരക്ടറായി റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ സ്കോർ 50 കംപ്ലീറ്റ് ക്യാരക്ടറായിട്ട് റെപ്രസെന്റ് ചെയ്യും. തീർച്ചയായിട്ടും ട്രൂ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഈസ് നാൻ ഒരു നമ്പർ അല്ല, തീർച്ചയായിട്ടും ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇനി ഈസ് നാൻ ഓഫ് 13 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി 13 ഒരു നമ്പറാണ്. ഓക്കെ, അപ്പോൾ എന്ത് ഡിസ്പ്ലേ ചെയ്യും? ഫാൾസ് എന്ന് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, നമ്മൾ ഡബിൾ കോട്ട്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കരുതുന്ന സ്ട്രിങ് ആണെന്ന്. ഓക്കെ, പക്ഷെ സ്ട്രിങ് ആണെങ്കിൽ പോലും അതിനകത്ത് എന്ത് വന്നിട്ടുണ്ട്? നമ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. ഓക്കെ, സെയിം ആസ് ഈസ് നാൻ 13 ഇത് പ്യുവർ നമ്പറാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഫാൾസ് എന്ന് റിട്ടേൺ ചെയ്യും. ഓക്കെ, അതുപോലെ ഈസ് നാൻ 13.0 തീർച്ചയായിട്ടും ഫാൾസ് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അതുപോലെ ഈസ് നാൻ 0.12 കംപ്ലീറ്റ് നമ്പറാണ്. ഓക്കെ, അപ്പോൾ അതും ഫാൾസ് എന്ന് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ഓക്കെ, അടുത്ത ഫംഗ്ഷൻ ടു അപ്പർ കേസ് എന്ന ഫംഗ്ഷനാണ്. എന്താണ് ഇതിൻ്റെ യൂസേജ് നോക്കാം. ഈസ് യൂസ് ടു ചേഞ്ച് ഫ്രം ലോവർ കേസ് ടു അപ്പർ കേസ്. ലോവർ കേസിൽ നിന്ന് അപ്പർ കേസിലേക്ക്, അതായത് സ്മാൾ ലെറ്ററിൽ നിന്ന് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ടു അപ്പർ കേസ്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. വേർ x, y രണ്ട് വാരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ദെൻ x ഈക്വൽ ടു സ്മാൾ ലെറ്ററിൽ ജാവ സ്ക്രിപ്റ്റ് എന്ന്
പ്രൊവൈഡ് ചെയ്തു. ദെൻ y ഈക്വൽ ടു എക്സ് ഡോട്ട് ടു അപ്പർ കേസ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് അലേർട്ട് ബ്രാക്കറ്റിന് y എന്ന് പറഞ്ഞു. ഓക്കെ, എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. അതായത് രണ്ട് വാരിയബിൾസ് എക്സ് കോമ വൈ, എക്സിലേക്ക് സ്മോൾ ലെറ്ററിൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, ദെൻ y ഈക്വൽ ടു എക്സ് ഡോട്ട് ടു അപ്പർ കേസ്. എക്സിൽ എന്തുണ്ട്? ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളത് സ്മാൾ ലെറ്ററിലുണ്ട് അല്ലേ? ആ സ്മാർട്ടിൽ ഉള്ള വാല്യൂ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് എങ്ങോട്ട് സ്റ്റോർ ചെയ്യും? വൈയിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ ആക്ച്വലി എക്സിൽ എന്തുണ്ട്? ജാവാസ്ക്രിപ്റ്റ് എന്ന സ്മാൾ ലെറ്റർ ഉണ്ട്. അതിനെ അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യും. ഏത് ഫംഗ്ഷൻ? ടു അപ്പർ കേസ് എന്ന ഫംഗ്ഷൻ. ദെൻ നെക്സ്റ്റ് ഇത് എങ്ങോട്ട് സ്റ്റോർ ചെയ്യും? വൈയിലേക്ക് സ്റ്റോർ ചെയ്യും. വൈനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ ശ്രമിച്ചു. അലേർട്ട് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തു. അലേർട്ട് ഓഫ് വൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വൈ കിടക്കുന്ന വാല്യൂ, അതായത് ജാവാസ്ക്രിപ്റ്റ് എന്ന ഈ സ്മാൾ ലെറ്ററിനെ അപ്പർ കേസിലേക്ക് മാറ്റിയിട്ട് വൈ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഈ രീതിയിലാണ് കിട്ടുന്നത്. ഇതാണ് അലേർട്ട് ഡയലോഗ് ബോക്സ്. ഓക്കെ, അതിൽ സ്മാൾ ലെറ്റർ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആ ഡയലോഗ് ബോക്സിൽ എന്ത് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞു? ജാവാസ്ക്രിപ്റ്റ് ക്യാപിറ്റലിലേക്ക് മാറ്റിയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ടു അപ്പർ കേസ് എന്ന ഫംഗ്ഷൻ. ഓക്കെ, ഓർത്തിരിക്കുക, ടു അപ്പർ കേസ് യൂസ് ചെയ്യുമ്പോൾ ടു സ്മാൾ ലെറ്റർ, യു ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് സി ക്യാപിറ്റൽ, ബാക്കിയെല്ലാം സ്മാൾ ലെറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ അടുത്ത ഫംഗ്ഷൻ ടു ലോവർ കേസ് ആണ്. ടു അപ്പർ കേസിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതായത് തന്നിരിക്കുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സിനെ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിനുവേണ്ടി ടു ലോവർ കേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ ചെയ്ത് നോക്കാം. വാരിയബിൾ ക്രിയേറ്റ് ചെയ്ത് വേർ എക്സ് കോമ വൈ. ദെൻ നെക്സ്റ്റ് എക്സ് ഈക്വൽ ടു നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് എന്നത് ക്യാപിറ്റൽ ലെറ്ററിൽ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ദെൻ വൈ ഈക്വൽ ടു എക്സ് ഡോട്ട് ടു ലോവർ കേസ് എന്ന ഫംഗ്ഷൻ ചെയ്തു. ദെൻ നെക്സ്റ്റ് വൈനെ പ്രിന്റ് ചെയ്യാൻ ശ്രമിച്ചു. അലേർട്ട് വൈ. ഓക്കെ, ഇനി വർക്ക് ചെയ്ത് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ രണ്ട് വാരിയബിൾസ് എക്സ് കോമ വൈ, എക്സിലേക്ക് ജാവാസ്ക്രിപ്റ്റ് ക്യാപിറ്റൽ ലെറ്ററിൽ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എക്സിൽ എന്തുണ്ടായിരിക്കും? ജാവാസ്ക്രിപ്റ്റ് അപ്പർ കേസിലുണ്ടായിരിക്കും. ഓക്കെ, ഈ എക്സിൽ കിടക്കുന്ന അപ്പർ കേസിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് എങ്ങോട്ട് സ്റ്റോർ ചെയ്യും? വൈയിലേക്ക് സ്റ്റോർ ചെയ്യും. വൈ എന്ത് ചെയ്യും? ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് അവൈലബിൾ ആവുന്ന ഡയലോഗ് ബോക്സ് ഇതുപോലെ ആയിരിക്കും. ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളത് സ്മാൾ ലെറ്ററിൽ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് ടു ലോവർ കേസ്. ഓക്കെ, അടുത്തത് കെയർ അറ്റ് ഫംഗ്ഷൻ ആണ്. കെയർ അറ്റ് ഫംഗ്ഷന്റെ ഉദ്ദേശം നോക്കാം. ഇറ്റ് റിട്ടേൺസ് ദി ക്യാരക്ടർ അറ്റ് എ പെർട്ടിക്കുലർ പൊസിഷൻ. ഒരു സ്ട്രിങ്ങിന്റെ പെർട്ടിക്കുലർ പൊസിഷനിൽ നിന്ന് ഒരു ക്യാരക്ടേഴ്സിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ക്യാരക്ടർ. അതായത് ഒരു സ്ട്രിങ്ങിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ കിടക്കുന്ന ഒരു ക്യാരക്ടറിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കെയർ അറ്റ് എന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോട്ട് ചെയ്യുന്നത് കെയർ അറ്റ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രിങ്ങിന് ഫസ്റ്റ് ക്യാരക്ടർ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. കെയർ അറ്റ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ആ സ്ട്രിങ്ങിലെ സെക്കൻഡ് ക്യാരക്ടർ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ജാവാസ്ക്രിപ്റ്റ് എന്നൊരു സ്ട്രിങ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ, ഈ ജാവാസ്ക്രിപ്റ്റിൽ ജെ കിടക്കുന്നത് 0-ലാണ് ഫസ്റ്റ് ലൊക്കേഷൻ, എ കിടക്കുന്നത് 1-ലാണ്. ഓക്കെ, അതുപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്തുണ്ടായിരിക്കും? ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും. ആ ഓരോ ക്യാരക്ടേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഓരോ ഇൻഡെക്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഇൻഡെക്സ് ആണ് ഇവിടെ 0 ആൻഡ് 1 എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിതിൻ്റെ എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, അതിന് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. വേർ എക്സ് കോമ വൈ രണ്ട് വാരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ദെൻ എക്സ് ഈക്വൽ ടു ജാവ
സ്ക്രിപ്റ്റ് എന്ന സ്ട്രിങ് പ്രൊവൈഡ് ചെയ്തു. നെക്സ്റ്റ് y ഈക്വൽ ടു എക്സ് ഡോട്ട് കെയർ അറ്റ് ഓഫ് 4 എന്ന് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് വൈനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ നമ്മൾ അലേർട്ട് ഓഫ് വൈ എന്ന് പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം. രണ്ട് വേരിയബിൾ എക്സ് കോമ വൈ. എക്സ് ഈക്വൽ ടു ജാവ, എക്സിലേക്ക് എന്ത് സ്റ്റോർ ചെയ്തു? ജാവാ സ്ക്രിപ്റ്റ് എന്ന് സ്റ്റോർ ചെയ്തു. ഓക്കെ, അങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറിക്കകത്ത് ഈ ഒരു രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ക്യാരക്ടേഴ്സ്. ഓക്കെ, ഇപ്പൊ ജാവാ സ്ക്രിപ്റ്റ് മെമ്മറി സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഈ രീതിയിലായിരിക്കും. ജെ ഫസ്റ്റ് പൊസിഷനിൽ, എ സെക്കൻഡ് പൊസിഷനിൽ, വി തേർഡ് പൊസിഷനിൽ, ഇൻഡെക്സ് രീതിയിലായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സിൽ കിടക്കുന്ന ഈ ജാവാ സ്ക്രിപ്റ്റിന്റെ ഫോർത്ത് പൊസിഷനിൽ കിടക്കുന്ന വാല്യൂ എങ്ങോട്ട് സ്റ്റോർ ചെയ്യും? വൈയിലേക്ക് സ്റ്റോർ ചെയ്യും. വൺസ് അഗൈൻ എക്സിൽ കിടക്കുന്ന ജാവാ സ്ക്രിപ്റ്റ് എന്ന സ്ട്രിങ്ങിന്റെ ഫോർത്ത് പൊസിഷനിൽ കിടക്കുന്ന ക്യാരക്ടർ, അതാണ് ക്യാരക്ടർ അറ്റ് എന്ന് പറയുന്നത്. അത് എങ്ങോട്ട് സ്റ്റോർ ചെയ്യും? വൈയിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോർത്ത് പൊസിഷൻ ഇതാണ്. ഇതിൽ കിടക്കുന്ന ക്യാരക്ടർ ഏതാണ്? എസ് ആണ്. ഓക്കെ, ഈ എസ് ആയിരിക്കും എങ്ങോട്ട് സ്റ്റോർ ചെയ്യുന്നത്? വൈയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഔട്ട്പുട്ട് എന്തായിരിക്കും? എസ് എന്നായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് ക്യാർ അറ്റ് എന്നതിന് എക്സാമ്പിൾ. ഇനി ലാസ്റ്റ് വൺ ലെങ്ത് പ്രോപ്പർട്ടി ആണ്. എന്താണ് ലെങ്ത് പ്രോപ്പർട്ടി പറയുന്നത്? ഇറ്റ് റിട്ടേൺസ് ദി ലെങ്ത് ഓഫ് എ സ്ട്രിംഗ് ആസ് strlen ഫംഗ്ഷൻ സി പ്ലസ് പ്ലസ്. നമ്മൾ സി പ്ലസ് പ്ലസ് പഠിച്ചപ്പോൾ സ്ട്രിങ്ങിന്റെ ലെങ്ത് കാണാൻ പഠിച്ചു strlen ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട്. ഓക്കെ, അതേപോലെ ജാവാ സ്ക്രിപ്റ്റിൽ സ്ട്രിങ്ങിന്റെ ലെങ്ത് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ലെങ്ത് പ്രോപ്പർട്ടി. ഓക്കെ, എന്താണ് ലെങ്ത് പ്രോപ്പർട്ടി? ലെങ്ത് എന്ന് പറഞ്ഞാൽ ദി ലെങ്ത് ഓഫ് സ്ട്രിംഗ് മീൻസ് ദി നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദി സ്ട്രിംഗ്. ഒരു സ്ട്രിങ്ങിലെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിന് പറയുന്ന പേരാണ് ലെങ്ത് ഓഫ് ദാറ്റ് സ്ട്രിംഗ്. ഓക്കെ, ദി പ്രോപ്പർട്ടി ഹാസ് നോ എനി പാരന്തസിസ് ആസ് ഫംഗ്ഷൻ. ഫംഗ്ഷനെ പോലെ എല്ലാ ഫംഗ്ഷനും യൂസ് ചെയ്യുമ്പോൾ എൻഡിൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് പാരന്തസിസ് ഉണ്ടായിരിക്കും. പക്ഷെ പ്രോപ്പർട്ടിക്ക് എന്താ ആവശ്യമില്ല? ഈ ബ്രാക്കറ്റ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗിന്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സി പ്ലസ് പ്ലസിലെ എക്സാമ്പിൾ ചെയ്ത് നോക്കാം. രണ്ടിലും സ്ട്രിങ്ങിന്റെ ലെങ്ത് എടുക്കുന്ന ഓപ്പറേഷൻ വരുന്നുണ്ട്. രണ്ടും നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സി പ്ലസ് പ്ലസ് എങ്ങനെ യൂസ് ചെയ്ത് നോക്കാം. ഇൻറ്റ് എക്സ്, എക്സ് എന്ന വാരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ദെൻ എക്സ് ഈക്വൽ ടു strlen ഹലോ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എക്സിലേക്ക് ഹലോ എന്ന സ്ട്രിങ്ങിലെ ലെങ്ത് എടുക്കും. ഓക്കെ, അപ്പോൾ ഹലോയിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടോ അത്ര എണ്ണായിരിക്കും ഇവിടെ വരുന്നത് എക്സിൽ വരുന്നത്. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 5 എന്നായിരിക്കും. ആ എക്സ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ ശ്രമിച്ചു സി പ്ലസ് പ്ലസിൽ. സി ഔട്ട് എക്സ്. ഓക്കെ, ഇത് സി പ്ലസ് പ്ലസ് ചെയ്യുന്ന മെത്തേഡാണ്. ഇൻഡെക്സ് എക്സ് എന്ന വാരിയബിൾ എക്സിലേക്ക് എന്ത് കൊടുത്തു? strlen ഹലോ. ഹലോ എന്ന സ്ട്രിങ്ങിന്റെ ലെങ്ത് എടുക്കും. അപ്പോൾ കൗണ്ട് ചെയ്യും 1 2 3 4 5 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ആ 5 എങ്ങോട്ട് സ്റ്റോർ ചെയ്യും? എക്സിലേക്ക് സ്റ്റോർ ചെയ്യും. എക്സ് എന്ത് ചെയ്യും? ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ റിസൾട്ട് എന്തായിരിക്കും? വിൽ ബി 5. ഓക്കെ, ഇത് സി പ്ലസ് പ്ലസിൽ. ഇനി ഇത് നമുക്ക് ജാവാ സ്ക്രിപ്റ്റിൽ ചെയ്തു നോക്കാം. വേർ എക്സ് കോമ 5 രണ്ട് വാരിയബിൾസ് ക്രിയേറ്റ് ചെയ്തു. എക്സ് ഈക്വൽ ടു ഹലോ, മുകളിൽ പറഞ്ഞ പോലെ ഹലോ എന്ന വാല്യൂ കൂടി സ്റ്റോർ ചെയ്തു, എക്സിലേക്ക് സ്റ്റോർ ചെയ്തു. ദെൻ y ഈക്വൽ ടു എക്സ് ഡോട്ട് ലെങ്ത്. എക്സ് കിടക്കുന്ന ലെങ്ത് എങ്ങോട്ട് സ്റ്റോർ ചെയ്യും? വൈയിലേക്ക് സ്റ്റോർ ചെയ്യും. ഇനി നമ്മൾ ഡിസ്പ്ലേ ചെയ്തു അലേർട്ട് ഓഫ് വൈ, വൈനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് ജാവാ സ്ക്രിപ്റ്റിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് വാരിയബിൾ എക്സ് കോമ വൈ, എക്സിലേക്ക് ഹലോ എന്ന സ്ട്രിംഗ് പ്രൊവൈഡ് ചെയ്തു.
ഓക്കെ, y ഈക്വൽ ടു എക്സ് ഡോട്ട് ലെങ്ത്. എക്സ് കിടക്കുന്ന ഹെലോൻ്റെ ലെങ്ത് ആരെടുക്കും? ലെങ്ത് പ്രോപ്പർട്ടി എടുക്കും. ഓക്കെ, എന്നിട്ട് എങ്ങോട്ട് സ്റ്റോർ ചെയ്യും? വൈയിലേക്ക് സ്റ്റോർ ചെയ്യും. ദെൻ വൈ നമ്മൾ എന്ത് ചെയ്തു? പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇവിടെയും ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് വിൽ ബി 5. ഓക്കെ, ഹെലോയിൽ 5 ക്യാരക്ടേഴ്സ് ഉണ്ട്, അതാണ് അതിൻ്റെ ലെങ്ത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്, how to access a value from text box in JavaScript. ജാവാസ്ക്രിപ്റ്റിൽ ഒരു ടെക്സ്റ്റ് ബോക്സിൽ നിന്ന് വാല്യൂ എങ്ങനെ ആക്സസ് ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? ഇതാണ്, ജാവാസ്ക്രിപ്റ്റിൽ ഒരു ടെക്സ്റ്റ് ബോക്സിൽ നിന്ന് വാല്യൂ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദി ടെക്സ്റ്റ് ബോക്സ് ഈസ് ആൻ ഇൻപുട്ട് എൻട്രി കൺട്രോൾ. ടെക്സ്റ്റ് ബോക്സ് കോമൺ ആയി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡാറ്റ എൻട്രി ചെയ്യാൻ വേണ്ടിയാണ്. ദാറ്റ് ക്യാൻ ആക്സെപ്റ്റ് വാല്യൂസ് ഫ്രം ദി യൂസേഴ്സ്. യൂസറിൽ നിന്ന് വാല്യൂ ടെക്സ്റ്റ് ബോക്സിലേക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. ദെൻ ദീസ് വാല്യൂ ക്യാൻ ബി യൂസ്ഡ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ഫോർ പ്രോസസ്സിംഗ്. അത്തരം വാല്യൂസ് ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് നോക്കാം. അതായത് ഇവിടെ 2 സെക്ഷൻ ഉണ്ടായിരിക്കും. നമ്മുടെ HTML സെക്ഷൻ ഉണ്ടായിരിക്കും, ജാവാസ്ക്രിപ്റ്റ് സെക്ഷൻ ഉണ്ടായിരിക്കും. ജാവാസ്ക്രിപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ടാണ്. HTML നമ്മൾ യൂസ് ചെയ്യുന്നത് കൺട്രോൾസും ഇമേജസും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനാണ് നമുക്ക് യൂസ് ചെയ്യുന്നത് HTML യൂസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ടെക്സ്റ്റ് ബോക്സ്, കമാൻഡ് ബട്ടൺസ്, അതുപോലെ ഓപ്ഷൻ ബട്ടൺസ്, അങ്ങനെ കുറേ കൺട്രോൾസ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ സാധിക്കൂ HTML ലാംഗ്വേജ് കൊണ്ട്. ഓക്കെ, ഇവിടെ പക്ക ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് ആരും വർക്ക് ചെയ്യില്ല, HTML വർക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടീഷൻസ് ഒക്കെ വെച്ച് വർക്ക് ചെയ്യാൻ ചെയ്ത് നമുക്ക് അത്തരം വാല്യൂസ് എവിടെ യൂസ് ചെയ്യണം? ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, HTML if സ്റ്റേറ്റ്മെൻറ്റോ, ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റോ, കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റോ എവിടെ വർക്ക് ചെയ്യില്ല? HTML വർക്ക് ചെയ്യില്ല. കുറേ പേജസ്, വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ എന്തിനെ കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റൂ? HTML കൊണ്ട് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അതേസമയം പക്ക പ്രോഗ്രാമിംഗ് പ്ലാറ്റ്ഫോമായി വർക്ക് ചെയ്ത് നമുക്ക് തീർച്ചയായിട്ടും എന്ത് വേണം? ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ 2 സെക്ഷനാണുള്ളത്. HTML നമ്മൾ കൺട്രോൾസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഈ കൺട്രോളിൽ കിടക്കുന്ന വാല്യൂസ് പ്രോസസ്സിന് വേണ്ടി നമുക്ക് എങ്ങോട്ട് എത്തിക്കണം? ജാവാസ്ക്രിപ്റ്റിലേക്ക് എത്തിക്കണം. ഓക്കെ, വൺസ് അഗെയിൻ, HTML ഫോമിൽ കിടക്കുന്ന കൺട്രോൾസിനകത്ത് കിടക്കുന്ന വാല്യൂസ് ഓപ്പറേഷന് വേണ്ടി നമുക്ക് എങ്ങോട്ട് എത്തിക്കേണ്ടി വരും? ജാവാസ്ക്രിപ്റ്റിലേക്ക് എത്തിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ HTML സെക്ഷനിൽ കിടക്കുന്ന ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. ടെക്സ്റ്റ് ബോക്സിൻ്റെ പേര് ടെക്സ്റ്റ് ബോക്സ് 1 എന്നാണ്. 25 എന്നൊരു വാല്യൂ ഉണ്ട്. അത് പ്രോസസ്സിന് വേണ്ടി എങ്ങോട്ട് എത്തിക്കണം? ജാവാസ്ക്രിപ്റ്റ് എത്തിക്കണം. ജാവാസ്ക്രിപ്റ്റ് എന്തുണ്ട്? വാരിയബിൾ എക്സ് ഉണ്ട്, അതുപോലെ വാരിയബിൾ വൈ ഉണ്ട്. ഈ എക്സിലേക്ക് ഈ HTML കിടക്കുന്ന ഡോക്യുമെന്റിൽ കിടക്കുന്ന ഫോം 1 കിടക്കുന്ന വാല്യൂസ് എങ്ങോട്ട് എത്തിക്കണം? എക്സിലേക്ക് എത്തിക്കണം. ഓക്കെ, അതുപോലെ സ്ക്രിപ്റ്റിൽ ഒരു വാരിയബിൾ ഉണ്ട് വൈ, വൈയിലൊരു വാല്യൂ ഉണ്ട്. ഈ വാല്യൂ തിരിച്ച് എങ്ങോട്ട് എത്തിക്കണം? HTML കിടക്കുന്ന ഡോക്യുമെന്റ് കിടക്കുന്ന ടെക്സ്റ്റ് ബോക്സിലേക്ക് നമുക്ക് എത്തിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. ഓക്കെ, ആ ഒരു മെത്തേഡാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ടെക്സ്റ്റ് ബോക്സിൽ കിടക്കുന്ന വാല്യൂ നമുക്ക് എക്സിലേക്ക് എത്തിക്കാൻ കഴിച്ചോ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. സിൻടാക്സ് പറയാം നമുക്ക്. എക്സ് എന്നൊരു വാരിയബിളാണ് വിചാരിച്ചു, അതായത് വാരിയബിൾ നെയിം ഈക്വൽ ടു ഡോക്യുമെന്റ് ഡോട്ട് ഫോം നെയിം ഡോട്ട് control name dot value. ഓക്കെ, ഈ ഒരു സിൻടാക്സ് ആണ് HTML കിടക്കുന്ന ഫോമിൽ കിടക്കുന്ന ഒരു കൺട്രോൾ കിടക്കുന്ന വാല്യൂ സ്ക്രിപ്റ്റിലെ ഒരു വാരിയബിളിലേക്ക് എത്തിക്കാനുള്ള സിൻടാക്സ്. വാരിയബിൾ നെയിം ഈക്വൽ ടു ഡോക്യുമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് HTMLന്റെ ബോഡി സെക്ഷനെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ HTMLന്റെ ബോഡി സെക്ഷനിൽ കിടക്കുന്ന ഫോമിൽ കിടക്കുന്ന കൺട്രോൾ കിടക്കുന്ന വാല്യൂ എങ്ങോട്ട് എത്തിക്കും? സ്ക്രിപ്റ്റിലെ വാരിയബിളിലേക്ക് എത്തിക്കും. ഓക്കെ, ഈ 25 എങ്ങോട്ട് എത്തുന്ന പോലെ? എക്സിലേക്ക് എത്തുന്ന പോലെ.
ക്ലിയർ ആണല്ലോ? ഓക്കെ. അതേപോലെ ഈ 50 എന്ന വാല്യൂ തിരിച്ചെങ്ങോട്ട് എത്തിക്കണം? HTML ഡോക്യുമെന്റ് കിടക്കുന്ന HTML കിടക്കുന്ന കൺട്രോളിലേക്ക് എത്തിക്കണം, ടെക്സ്റ്റ് ബോക്സിലേക്ക് എത്തിക്കണം വെച്ചോളൂ. ഓക്കെ. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് വാക്കാണ് അവിടെ പെർഫോം ചെയ്യുക. എങ്ങനെ വർക്ക് ചെയ്യും? ഡോക്യുമെന്റ് ഡോട്ട് form name dot control name dot value equal to y equal to variable name. ഓക്കെ. ഈ രീതിയിലാണ് ഇവിടെ എന്താ സംഭവിക്കുന്നത്? സ്ക്രിപ്റ്റിൽ കിടക്കുന്ന വാരിയബിളിലേക്ക് HTMLന്റെ ബോഡി സെക്ഷൻ കിടക്കുന്ന ഫോമിനകത്ത് കിടക്കുന്ന കൺട്രോളിനകത്ത് കിടക്കുന്ന വാല്യൂ എങ്ങോട്ടെത്തിക്കും? സ്ക്രിപ്റ്റിലെ വാരിയബിളിലേക്ക് എത്തിക്കും. ഓക്കെ. ഞാൻ നേരെ ഓപ്പോസിറ്റ് വാക്ക് ചെയ്യുന്നത് ഡോക്യുമെന്റ് ഡോട്ട് ഫോമാണ്. അതായത് HTMLന്റെ ബോഡിക്കകത്തുള്ള ഫോം നെയിമിനകത്ത് കിടക്കുന്ന കൺട്രോളിനകത്ത് കിടക്കുന്ന വാല്യൂ എന്തായിരിക്കണം? സ്ക്രിപ്റ്റിലെ വാരിയബിളിന്റെ വാല്യൂ ആയിരിക്കണം. വൺസ് അഗെയിൻ HTMLന്റെ ബോഡിക്കകത്ത് കിടക്കുന്ന ഫോമിനകത്ത് കിടക്കുന്ന കൺട്രോളിനകത്ത് കിടക്കുന്ന വാല്യൂ എന്തായിരിക്കണം? ജാവാസ്ക്രിപ്റ്റിലെ വാരിയബിളിന്റെ വാല്യൂ ആയിരിക്കണം. അപ്പോൾ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാല്യൂ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഓക്കെ. ആ ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. ഓക്കെ. ഇവിടെ ഡോക്യുമെന്റ് ഉദ്ദേശിക്കുന്നത് HTMLന്റെ ബോഡി സെക്ഷനാണ്. ഫോം നെയിം എന്ന് ഉദ്ദേശിക്കുന്നത് HTMLന്റെ ബോഡിക്കകത്ത് ഫോംസ് ക്രിയേറ്റ് ചെയ്യും. ഈ ഫോമിനകത്താണ് നമ്മൾ കൺട്രോൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഫോം നമുക്ക് ഓപ്പൺ ചെയ്യണം, ക്ലോസ് ചെയ്യണം. ഓക്കെ. ഇനി ആ ഫോമിനകത്ത് വരുന്ന കൺട്രോൾസ് ഉണ്ടായിരിക്കും. ടെക്സ്റ്റ് ബോക്സ് കൺട്രോൾ, ചെക്ക് ബോക്സ് കൺട്രോൾ, ഓപ്ഷൻ ബട്ടൺ, കമാൻഡ് ബട്ടൺ, ഇതെല്ലാം എന്താണ്? കൺട്രോൾസ് ആണ്. ഓക്കെ. ഈ കൺട്രോൾ കിടക്കുന്ന വാല്യൂ ഓക്കെ അതാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വൺസ് അഗെയിൻ ഡോക്യുമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് HTMLന്റെ ബോഡി സെക്ഷൻ, ഫോം എന്ന് ഉദ്ദേശിക്കുന്നത് HTML കിടക്കുന്ന ഫോം, കൺട്രോൾ ഉദ്ദേശിക്കുന്നത് ഫോമിനകത്ത് കിടക്കുന്ന കൺട്രോൾസ്, ടെക്സ്റ്റ് ബോക്സ് ആവാം, ഓപ്ഷൻ ബട്ടൺസ് ആവാം, എല്ലാം. ഓക്കെ.